നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ കൊണ്ടുള്ള ഒരു പടക്കമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ഒരു പേപ്പറിൽ ഉണ്ടാക്കാം, വലിയ പേപ്പറിൽ ഉണ്ടാക്കാം. കാരണം വലിയ പേപ്പറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൗണ്ട് കൂടുതലായിരിക്കും, ചെറിയ പേപ്പറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൗണ്ട് കുറവുമായിരിക്കും. പണ്ടൊക്കെ, അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നോട്ട് ബുക്ക് ഉണ്ടല്ലോ, പഠിക്കുന്ന സമയത്ത് നോട്ട് ബുക്കിലെ ആ ഒരു പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് വളരെ കുറവായിരുന്നു. ഇത് ഏകദേശം ഒരു A4 ഷീറ്റിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ട്. എനിക്ക് സൈസ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇത് കുറച്ച് കട്ടിയുണ്ട് ഈ പേപ്പർ. അപ്പോൾ ഈ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ശരിക്കും അതിന് സൗണ്ട്, പടക്കത്തിൻ്റെ സൗണ്ട് പോലെ നല്ല സൗണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ എടുത്തിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള പേപ്പർ എടുക്കുക. കാരണം ചുറ്റി ചുളിഞ്ഞതും അങ്ങനെയുള്ള പേപ്പർ എടുക്കരുത്, നല്ല പേപ്പർ എടുക്കുക. ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ വലിയൊരു പേപ്പർ നമ്മൾ ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഏകദേശം ഒരു സ്കെയിലിൻ്റെ വീതിയിൽ നമ്മൾ ബാക്കിലേക്ക് കേട്ടോ, ബാക്കിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, സ്ട്രൈറ്റ് ആയിരിക്കണം, വളഞ്ഞു പോകരുത്. നൂർത്തിയൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഇത് നമ്മൾ ബാക്കിലേക്കാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്, ഫ്രണ്ടിലേക്കല്ല. സോ അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഫോർവേഡാണ് കേട്ടോ. ഇനി ഫ്രണ്ടിലേക്കാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അതേ സൈസിൽ 1 2 3. ഇനി ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതിന് സെൻറ്ററിലെത്തും. 4 കേട്ടോ. പക്ഷെ സ്റ്റോപ്പ് ചെയ്യരുത്. അഗൈൻ 5 6 കേട്ടോ. 1 more 7. ഇത്ര മതി. ഇത്രയും സ്പേസ് നമ്മൾ വെറുതെ വിട്ടു കൊടുക്കണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നേരെ തിരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഫോൾഡ് ചെയ്യുക സ്ട്രൈറ്റ് ആയിട്ട്. സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. സോ അപ്പോൾ ഇങ്ങനെയായി. മനസ്സിലായില്ലേ? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭാഗത്ത്, ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ തിരിച്ച് പിടിക്കരുത്. ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം താഴോട്ട് വരണം. ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഈ 2 വിരലുകൊണ്ട് പിടിക്കുക. ഇത് അമർത്തി പിടിക്കരുത്, കുറച്ച് ലൂസായിട്ട് പിടിക്കുക. ഇവിടെ 2 വിരലുകൊണ്ട് പിടിക്കുക. ഇവിടെ ലൂസായിട്ട് പിടിക്കണം. ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യില്ല. സോ ഇവിടെ ലൂസായി പിടിക്കുക, ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പയ്യെ ബാക്കിലേക്ക് വലിക്കുക കേട്ടോ. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണത്. ബാക്കിലേക്ക് വലിക്കുക. എന്നിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതുണ്ടല്ലോ, ഇതൊരിക്കലും വെളിയിലേക്ക് തള്ളി നിൽക്കാൻ പാടില്ല, ഉള്ളിലേക്ക് പോകണം. അത്രയും നമ്മൾ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് ഇവിടെ ഫോൾഡ് ചെയ്യുക, ഇവിടെ നമ്മൾ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ വരും കണ്ടോ, 2 ഹോള് പോലെ ഇവിടെ ഇങ്ങനെ. നമ്മൾ ഏകദേശം റോക്കറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ റോക്കറ്റ് പോലത്തെ ആ ഒരു രൂപത്തിൽ വരും. അപ്പോൾ ഇനിയാണ് ഇത് നമ്മൾ പടക്കമായിട്ട് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ വീശി കഴിഞ്ഞാൽ ഇത് പൊട്ടും. പൊട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വീശുമ്പോൾ ഇതിനകത്ത് എയർ കയറുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളുമ്പോഴാണ് അതിൻ്റെ സൗണ്ട് വരുന്നത്. അങ്ങനെയാണ് ഇത് പൊട്ടുന്നത് കേട്ടോ. പൊട്ടുമോ നോക്കാം കേട്ടോ. ആദ്യം റെഡി, 1 2 3. നമുക്ക് എത്രത്തോളം കേട്ടോന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് മൈക്കൊന്നുമില്ല. സോ മൊബൈലിലുള്ള ആ ഒരു സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിള്ളേരോട് കളിച്ചുകൊണ്ടിരിക്കരുത്, സൗണ്ട് കേട്ടിട്ടേ പേടിക്കല്ല, അവർ ഹാപ്പിയായി. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. പൊട്ടിച്ച് കഴിയുമ്പോൾ വീണ്ടും 2 ഗ്യാപ്പ് ഉള്ളത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനിയും നമ്മൾ ആദ്യം മുതൽ ഇത് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ പ്രാവശ്യം കൂടി മടക്കേണ്ടി വരും. ഫസ്റ്റ് ഒന്ന് മടക്കുക, ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യുക, പറഞ്ഞതുപോലെ തന്നെ ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി വയ്ക്കുക, ഇങ്ങനെ പിടിക്കുക. പഴയതുപോലെ വന്നു. സൗണ്ട് നോക്കാം. റെഡി, 1 2 3. പൊട്ടി. വിഷുവിനൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പടക്കത്തിന് ആവശ്യമില്ല, ചുമ്മാ വെറുതെ ഇങ്ങനെ പൊട്ടിക്കാം. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ ഒത്തിരി ഉണ്ടാക്കി ചെയ്തതാണ്. പക്ഷേ അത് നോട്ട് ബുക്കിൽ ചെറിയ പേപ്പറായിരുന്നു. ഇത് വലിയ പേപ്പറായതുകൊണ്ട്, കുറച്ച് കട്ടിയുള്ള പേപ്പറായതുകൊണ്ട് സൗണ്ട്
വളരെ വലിയ സൗണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുത്തതിന് വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ അതൊരു ടൈം പാസ് ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം അവരും ഇത് അറിയേണ്ടത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ.